ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ടേസ്റ്റി സ്പൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നാടൻ ഫിഷ് കറി ആണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി 8 ടേബിൾ സ്പൂൺ. ഇത് കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഉപ്പ് 1.5 ടേബിൾ സ്പൂൺ. അതിനായി ഏകദേശം 2 കിലോയോളം വരുന്ന കറുത്ത ആവോലി ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. കറിവേപ്പില 5 കതിർപ്പ്. വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് 2 ടേബിൾ സ്പൂൺ. ചെറിയ ഉള്ളി ചെറിയ പീസുകളാക്കിയത് 20-25 എണ്ണം. കുടംപുളി ആവശ്യത്തിന്. ആദ്യമായി നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം സ്റ്റൗവിലേക്ക് വയ്ക്കുക. മൺചട്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു ട്രഡീഷണൽ ടേസ്റ്റ് അതിൽ കിട്ടുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടുക. കടുക് നന്നായി പൊട്ടി ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോ സ്മെല്ല് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇടുക. നമ്മുടെ ചെറിയുള്ളി ഏകദേശം ബ്രൗൺ കളർ ആകുന്നതും വരെ ഫ്രൈ ചെയ്യുക. നമ്മുടെ ചെറിയുള്ളി നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 8 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം 5 to 10 സെക്കൻഡ്സ് ഇളക്കുക. നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി അതിൻ്റെ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഗ്രേവി എടുക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തിളച്ച വെള്ളം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് ഇളക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയും നമ്മുടെ സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് നമ്മുടെ മസാല നന്നായി തിളയ്ക്കുന്നത് വരെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടെ ആഡ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോയോളം വരുന്ന ഫിഷ് പീസുകൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫിഷ് ഇടുമ്പോൾ എപ്പോഴും ഗ്രേവിയിൽ ഫിഷ് പീസുകൾ മുങ്ങിക്കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ മേടിച്ച മീനിനകത്ത് അതിൻ്റെ മുട്ടയോടെ കൂടിയാണ് കിട്ടിയത്. ഇങ്ങനെ നിങ്ങൾക്ക് മീൻ മുട്ട ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഫിഷ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലായി വയ്ക്കുക. കാര്യം, ഇടയ്ക്ക് വെച്ചാൽ ഇത് ഇളക്കുമ്പോൾ ഫിഷ് മുട്ടകൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫിഷ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി 5 കതിർപ്പ് കറിവേപ്പില ഇടുക. ഇനി ഇത് അടച്ചു വെച്ച് 15 to 20 മിനിറ്റ്സ് വേവിക്കുക. ഏകദേശം 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
നമ്മുടെ ഫിഷ് കറി റെഡിയാണ്. ഇത് നല്ല നാടൻ കപ്പയും ചേമ്പും കൂടെ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.